യൂറോപ്യൻ ഫുട്ബോളിനെ ഓയിൽ മാഫിയ വിഴുങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ കരയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ലയണൽ മെസ്സി, നെയ്മർ, എംബപ്പെ അങ്ങനെ പ്രഗത്ഭരെ എല്ലാം PSG അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ മുതലാണ് ഈ ഒരു കരച്ചിലിനാക്കം കൂടിയത്. അവർക്ക് ഇതുവരെയും യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ എംബപ്പെ, മെസ്സി തുടങ്ങിയവരൊക്കെ പടിയിറങ്ങിയതിനു ശേഷം തുടർച്ചയായിട്ട് രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗാണ് PSG അടിച്ചെടുക്കുന്നത്. കാശെറിഞ്ഞ് കാശ് വാരുന്ന തന്ത്രമാണ് ഇപ്പം PSG പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് മാത്രം ടിക്കറ്റ് റവന്യൂ കൂടാതെ 150 മില്യൺ യൂറോയിലേറെ തുകയാണ് PSG ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഡിവിഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടി വി റൈറ്റ്സിന്റെ ഭാഗമായിട്ട് 34 മില്യൺ യൂറോ PSG ലഭിച്ചു. അതുകൂടാതെ യുവാഫ കോഎഫിഷ്യന്റ് പേയ്മെന്റ് ആയിട്ട് 11 മില്യൺ യൂറോ ലഭിച്ചു. അതുകൂടാതെ ലീഗ് ഫീസ് പാർട്ടിസിപ്പന്റ് ഫീ ആയിട്ട് 18.6 മില്യൺ യൂറോ ലഭിച്ചു. അതുകൂടാതെ ലീഗ് ഫേസ് പെർഫോമൻസ് ബോണസ് ആയിട്ട് 18.7 മില്യൺ യൂറോ കിട്ടി. പിന്നെ റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ ബോണസ് ആയിട്ട് 11 മില്യൺ യൂറോ, ക്വാർട്ടർ ഫൈനൽ ക്വാളിഫിക്കേഷൻ ബോണസ് ആയിട്ട് 12.5 മില്യൺ യൂറോ, സെമി ഫൈനൽ ക്വാളിഫിക്കേഷൻ ബോണസ് ആയിട്ട് 15 മില്യൺ യൂറോ, ഫൈനൽ ക്വാളിഫിക്കേഷൻ ബോണസ് ആയിട്ട് 18 മില്യൺ യൂറോ, അതിനെല്ലാം ഉപരിയായിട്ട് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ബോണസ് ആയിട്ട് 6.5 മില്യൺ യൂറോ. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് പാർട്ടിസിപ്പേഷൻ ബോണസ് ആയിട്ട് പിന്നെ ഒരു 4 മില്യൺ യൂറോയും കൂടെ, അങ്ങനെ ബോണസ് എമൗണ്ട് മാത്രമായിട്ട് 150 മില്യൺ യൂറോ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ടിക്കറ്റും പിന്നെ അവരുടെ മാച്ച് ഡേ ടിക്കറ്റ് റവന്യൂവും പിന്നെ ബാക്കി മർക്കൻഡൈസ് റവന്യൂ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. 2 ചാമ്പ്യൻസ് ലീഗ് വിജയത്തിലൂടെ പ്രൈസ് മണി മാത്രമായിട്ട് 300 മില്യൺ യൂറോ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സോ കാശ് വാരിക്കൊണ്ടിരിക്കുകയാണ് അറബികൾ എന്ന് വേണമെങ്കിൽ പറയാം.